ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ് ആണ്. നിലവിൽ ഇതുവരെയും പവർ റൂം എന്ന് പറയുമ്പോൾ വൻ പരാജയം തന്നെയായിരുന്നു. പവർ റൂമിലുള്ള കണ്ടസ്റ്റൻസ് ആരും തന്നെ മികച്ച പ്രകടനം നടത്തുന്നുവെന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും പവർ റൂം കണ്ടസ്റ്റൻസ് തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഐശ്വര്യം ചെന്ന് കയറി എന്ന പോലെ ജാസ്മിൻ പവർ റൂമിനുള്ളിൽ ചെന്ന് മണിക്കൂറുകളായപ്പോഴേ പൊട്ടിത്തെറികൾ തുടങ്ങി. ഇപ്പോഴിതാ പവർ റൂം തന്നെ മൊത്തത്തിൽ അടിച്ചു പിരിഞ്ഞ നിലയിലാണ് കാര്യങ്ങൾ. ആദ്യം തന്നെ കുറച്ച് ഐസ്ക്രീം എടുത്തു എന്നും പറഞ്ഞ് ഗബ്രിയും ജാൻമണിയും അടിച്ചു പിരിഞ്ഞു. ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെ സൈഡിലും തെറ്റുണ്ട്. അതിനപ്പുറം രണ്ടുപേരും പവർ റൂം കണ്ടസ്റ്റൻസ് ആണെന്ന തിരിച്ചറിവിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം പവർ റൂം കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഒത്തൊരുമ നഷ്ടമായി എന്ന്. അതിനെ ശരിവെക്കും വിധമാണ് അധികം താമസിക്കാതെ തന്നെ യമുന റാണിയും ശ്രീരേഖയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതും രണ്ടും രണ്ട് വഴിക്കായതും. അതായത് ജാസ്മിനെ പവർ റൂമിൽ കൊണ്ടുവന്നതിനോട് ശ്രീരേഖയ്ക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ യമുന റാണിക്ക് ജാസ്മിനെ കൊണ്ടുവന്നതിൽ പ്രശ്നവുമില്ലായിരുന്നു. ഒടുവിൽ മെജോറിറ്റി തീരുമാനത്തിൽ ജാസ്മിനെ പവർ റൂമിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഗബ്രിക്കും ജാസ്മിനുമൊപ്പം റസ്മിൻ ബായി പവർ റൂമിൽ പ്രവേശിച്ചത് ബിഗ് ബോസ് പിടിക്കുകയും റസ്മിന് പണിഷ്മെന്റ് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പോകുന്നതിനിടയിലാണ് ശ്രീരേഖയും യമുന റാണിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. ജാസ്മിനെ പവർ റൂമിൽ കയറ്റിയതിനെ പറ്റി തന്നെയാണ് വിഷയം. എന്തായാലും പവർ റൂമിൽ മൊത്തത്തിൽ ഒരു സ്വരച്ചേർച്ച വന്നിരിക്കുകയാണ്. ഇനി എത്ര ദിവസം ഇങ്ങനെ പോകുമെന്ന് പറയാൻ സാധിക്കില്ല. പ്രേക്ഷകർക്കും ഈ ഒരു പവർ റൂമിനെ മടുത്തു തുടങ്ങി.